പാടശേഖരത്തിലെ കൃഷിക്ക് ഭീഷണിയായി പ്രളയജലത്തിനൊപ്പം ആലപ്പുഴ ജില്ലയിലേക്ക് ഒഴുകിയെത്തിയ തോട്ടിലെ പോള നീക്കം ചെയ്യാൻ സർക്കാരിന് ഫണ്ടില്ല. ദുരന്ത നിവാരണ അതോറിറ്റി അടക്കമുള്ളവർ നടപടി സ്വീകരിക്കാത്തതോടുകൂടി രണ്ടാം കൃഷി ഇറക്കിയ കർഷകർ ദുരിതത്തിലാണ്. അവസാനം കർഷകർ തന്നെ പോള നീക്കം ചെയ്യാൻ നിർബന്ധിതരാവുകയായിരുന്നു. ആലപ്പുഴ കുട്ടനാട്ടിൽ തകഴിക്കുന്നുമ്മ, കരിയാർ, മുടിയിലക്കരി പാടശേഖരത്തിലെ കർഷകരാണ് അധികൃതരുടെ അനാസ്ഥയെ തുടർന്ന് സ്വന്തം ചിലവിൽ കൃഷിക്ക് ഭീഷണിയായി മാറിയ തോട്ടിലെ പോള നീക്കം ചെയ്തത്. 400 ഏക്കറുള്ള ഈ പാടശേഖരത്ത് വിത്ത് വിതച്ച് കൃഷിക്ക് തുടക്കമായിരുന്നു. തൊട്ടടുത്ത പള്ളിത്തോട് എന്നറിയപ്പെടുന്ന തോട്ടിൽ ഒരാൾ പൊക്കത്തിൽ പോള നിറഞ്ഞതിന് പിന്നാലെ മഴ ശക്തമാവുക കൂടി ചെയ്തതോടെ തോട്ടിൽ ജലനിരപ്പ് ഉയരുകയും തോട് കരകവിഞ്ഞ് പാടശേഖരത്തിലേക്ക് ഒഴുകുന്ന സ്ഥിതിയുമായി. ഇത് മടവീഴ്ചയ്ക്കും കാരണമാകുമെന്ന ആശങ്കയാണ് കർഷകർക്കുണ്ടായിരുന്നത്. തങ്ങളുടെ അധ്വാനവും പണവും പാഴാകുമെന്ന ആശങ്ക ഉയർന്നതോടെ കർഷകർ തോട്ടിലെ പോള നീക്കം ചെയ്യാനായി ജില്ലാ കളക്ടർ, ഗ്രാമപഞ്ചായത്ത്, ജലസേചന വകുപ്പ്, കൃഷി വകുപ്പ് എന്നിവർക്ക് 2 മാസത്തിനിടെ പലതവണ കത്തും നിവേദനവും നൽകിയിട്ടും ഒരു ഫലവും ഉണ്ടായില്ല. ഫണ്ടില്ലെന്നാണ് പഞ്ചായത്തും ജലസേചന വകുപ്പും പറയുന്നത്. ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഫണ്ട് ഉണ്ടാകേണ്ടതാണ്. ഫണ്ട് അനുവദിക്കാമെന്ന് കളക്ടർ പറഞ്ഞെങ്കിലും 1 രൂപ പോലും ലഭിക്കാതെ വന്നതോടെയാണ് കർഷകർ തോട് ശുചീകരണത്തിന് സ്വയം ഇറങ്ങിയത്. ഈ തോട് ശുചീകരിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞുവെന്നും കർഷകർ പറയുന്നു. ഞങ്ങൾക്ക് ഓർമ്മയാണ് ശേഷം ഇത് ക്ലീൻ ചെയ്തിട്ടില്ല. അവിടം വരെ മാത്രം വൃത്തിയാകും. അത് കഴിഞ്ഞ് ആ വീതി കൂടിയ സ്ഥലം മുതലേക്കൊണ്ട് വൃത്തിയാക്കാറേ ഇല്ല. വർഷങ്ങളായി അങ്ങനെ കിടന്ന് എല്ലാ വർഷവും പഞ്ചായത്തിൽ എഴുതി കൊടുക്കും, ഇത് വൃത്തിയാക്കുന്നു. അവർ ഒരു കാരണവശാലും ഈ പണി ചെയ്യുന്നില്ല. ഞങ്ങളെല്ലാം MLA പറഞ്ഞ്, കളക്ടറെ വിളിച്ച്, എല്ലാവരെയും വിളിച്ച് ഈ കാര്യം ആവശ്യപ്പെട്ടിട്ട് അവർ ഇതുവരെയായിട്ടും ഇവിടെ വന്ന് ഇതിനു വേണ്ട കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. കൃഷി സംരക്ഷിക്കാനായി ലക്ഷങ്ങൾ അനുവദിക്കുന്നുവെന്ന് സർക്കാർ പ്രഖ്യാപനം നടത്തുമ്പോഴാണ് പോള നീക്കം ചെയ്യാൻ പോലും സർക്കാർ 1 രൂപ അനുവദിക്കാത്തത്. ജനം, ആലപ്പുഴ.